ഹലോ ഹായ് നമസ്കാരം. സനീർ പാറപ്പാറിനാണേ. 1-2 വർഷമായിട്ടേ വീട്ടിലങ്ങനെ എല്ലാവരും ഒരു കൂട്ടുകുടുംബത്തിലെ ഒരു നോമ്പോതര പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഈ കൊല്ലം അങ്ങോട്ട് നടത്തിയേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ടാണ് ദമ്മിടാത്ത ദം ബിരിയാണി ഉണ്ടിട്ട് ഇതിൻ്റെ കൂടെ ശരിക്കും ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിക്ക് രാവിലെ തന്നെ അതേ ഫാബ്ജിയുടെ 2 പെങ്ങന്മാർ എത്തിയിട്ടുണ്ട്. ഇതാണ് മൂത്തമായി, തൊട്ട് താഴെ ഇരിക്കുന്ന ആ ചുവന്ന നെയ്റ്റിയാണ് രണ്ടാമത്തമായി, അപ്പുറത്ത് കസേരയിലിരിക്കുന്ന എൻ്റെ ഉമ്മ, കൂടെ ഇരുന്ന് ആ ബോഡി കാണിച്ചിരുന്നിട്ട് എൻ്റെ വാപ്പാസ്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഉള്ളി നന്നാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സവാളയും സാധനങ്ങളൊക്കെ നന്നാക്കി തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ സ്വന്തം കെട്ടിയോളും കൂടെ കൂടിയാട്ടോ അതെ ഗ്യാസ് കുറ്റിയും ചുവന്നുകൊണ്ട് പോയി മുറ്റത്ത് കൊടുന്ന് കിണറിൻ്റെ ചോട്ടി കൊടുന്ന് വെച്ച് അടുപ്പ് കത്തിച്ചടുത്ത പരിപാടി തുടങ്ങാൻ പോകട്ടോ. ഗ്യാസൊക്കെ കൊടുന്ന് വെച്ച് കണക്ട് ചെയ്തിട്ട് തീയും കത്തിച്ചു കേട്ടോ. തീയും കത്തിച്ച് സെറ്റാക്കി പോയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പെണ്ണുമ്പിള്ള പോയി കഴുകിയ ഉരുളി എടുത്തുകൊണ്ടും വന്നു. അങ്ങനെ നോമ്പ് തുറയ്ക്കുള്ള പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും വന്നും പോയി ഇരിക്കണ്ടിട്ടോ. അതെ ഒരാളും കൂടെ സവാള നന്നാക്കാനും പിടിക്കാനും ജോയിൻ ചെയ്തു കേട്ടോ. അതാട്ടോ വലിയ മൂത്തുമ്മ, അതായത് പാപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. മൂത്താപ്പ വയ്യാട്ടോ വന്നിട്ടുള്ളൂ. 2 മാസം കൂടി വീട്ടിലേക്ക് ചെന്ന് എൻ്റെ പരാതിയും പരിവും പറഞ്ഞ് പെണ്ണുമ്പിള്ള കൈക്ക് നുള്ളിപ്പണി തന്നിട്ട് തിരുമ്മി തന്നാട്ടാ കണ്ടേ. ഞാനും പെണ്ണുമ്പിള്ളയും കൂടെ കൂടി എന്നാൽ പിന്നെ അടുക്കളയിലേക്കുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങിയേക്കാമെന്ന് വെച്ചു. പയ്യെ ചട്ടി അങ്ങോട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിലാട്ടോ ഈ സ്ലോ മോഷനിൽ പാറ്റിച്ച് ഒഴിക്കണേ. 1 ലിറ്റർ ഒഴിക്കണേ കാണിച്ചോളൂ. സത്യത്തിൽ 2 ലിറ്റർ ഒഴിച്ചായിരുന്നു കേട്ടോ. 1 ലിറ്റർ ഒഴിക്കണേ കാണിച്ചിട്ട് ഇത്ര എണ്ണ എവിടെ നിന്ന് ഉള്ളേ ഒന്നേന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ പറഞ്ഞേ. ആദ്യ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടാ. എണ്ണ ചൂടായി എല്ലാം സെറ്റായപ്പോഴത്തേക്കും ചോറിന് ആവശ്യമായ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും വറുത്ത് കോരുന്ന പരിപാടി ആദ്യം അങ്ങോട്ട് ചെയ്തു വിട്ടെ. എവിടെ ചെന്നാലും ഈ പണിയാട്ടോ ആദ്യം തുടങ്ങുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ സവാള ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ഇട്ടതിൻ്റെ പുറകെ തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഇനി നമ്മുടെ പയ്യൻ്റെ വക ഒരു ഡയലോഗും കൂടെ ഉണ്ട് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും സാധനങ്ങളൊക്കെ സെറ്റായി. ഇനി വറുത്ത് കോരാൻ പോകട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ ഇങ്ങനെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കുടുംബത്ത് ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവരും അതിൻ്റെ പുറയായി, ആർക്കും സമയമില്ലാതെയായിപ്പോയി. അവസാനം ഒരു മരണവും ആ വർഷം തന്നെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഒരു കൂട്ടായ്മ അങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരു കൂട്ടായ്മ ഇല്ലാണ്ടായിട്ട് കുറേ ആയിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഒരു എല്ലാവരും കൂടി ഒന്ന് കുടുംബിച്ചല്ലേ. ഇതിനകത്ത് എല്ലാവരും പറ്റിയൊന്നും വന്നിട്ടില്ല കേട്ടോ. വാപ്പാടെ ജ്യേഷ്ഠനും വാപ്പാടെ അനിയനും വാപ്പാടെ 2 പെങ്ങന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വിളിച്ച് പരിപാടി നടത്താനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കയറി പോണ വഴിയാട്ടോ. വഴി പഞ്ചായത്തുകാർ കോൺക്രീറ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ വീടിൻ്റെ മുറ്റത്ത് ഒരു ബൈക്കെങ്കിലും കയറുന്നൊരവസ്ഥയായി കിട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരക്കത്തുനിന്ന് റുക്കീതായും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയിരുന്ന് സവാള നന്നാക്കലായി, ഉള്ളി നന്നാക്കലായി, ഇഞ്ചി നന്നാക്കലായി, വെളുത്തുള്ളി നന്നാക്കലായി, ചെറുള്ളി നന്നാക്കലായി എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു പരിപാടി. എൻ്റെ വീട്ടിൽ നിന്നിട്ട് കാണുമ്പോഴുള്ള വ്യൂ ആട്ടേ കാണുന്നത്. അപ്പടിയും നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് പെണ്ണുമ്പിള്ള അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവക്കളിങ്ങനെ നോക്കേണ്ടിരുന്നപ്പോഴാട്ടോ ചെറുക്കൻ പുറയുന്ന ആരും കാണാണ്ട് വന്ന് വീഡിയോ എടുത്തിട്ട് പോയാൽ. ഓളാണെങ്കിൽ ഒരു മൈൻഡുമില്ലാന്ന്. അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. റമദാൻ മാസം ആയതുകൊണ്ട് ചിക്കനും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ധൈര്യമായിട്ട് വറുത്ത് കോരാണ്ടായിരുന്നു. ധൈര്യം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ എവിടെ വെച്ചാലും ഒരാൾ പോലും കൈയിട്ട് വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കുറേശ്ശെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ നമ്മുടെ ക്യാമറ പിടിച്ചതും ഇനി പിടിക്കാനിരിക്കുന്നതുമായ ആളാട്ടത് എൻ്റെ 2ാമത്തെ മകൻ മുഹമ്മദ് സഫ്വാൻ. ആളായിരുന്നു കേട്ടോ അതുവരെ ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസും എല്ലാം പുള്ളി തന്നെയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ചട്ടൊക്കെ ഇട്ടതല്ല കേട്ടോ. പെണ്ണുമ്പിള്ളിക്കൊരു പൂതി ഒന്നിച്ചൊന്നൊരു ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷേ ചെറുക്കനത് വീഡിയോ ആയിട്ട് എടുത്തത്. എന്നാൽ പിന്നെ എന്തോ ആവട്ടെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഓക്കടെ ആഗ്രഹമല്ല, നടത്തി കൊടുത്തേക്കാന്ന് വെച്ചു. ഞാൻ ഇളക്കണ കണ്ടപ്പോൾ പുള്ളിക്കൊരു പൂതി, വാപ്പിച്ചൊന്ന് മൊബൈൽ പിടിക്കുമോ ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ എന്ന്. ഇളക്കി നോക്കി, ഒറ്റ ഇളക്കിയോളൂ. 2 തുള്ളി വെളിച്ചെൻ്റെ കാലേ കൂടെ തെറിച്ചപ്പോൾ ഈ പണി എനിക്ക് പറ്റൂല ആവശ്യമെന്ന് പറഞ്ഞ് ആൾ പോയി. അങ്ങനെ ആദ്യം വറുത്ത് കോരിയ പാത്രം കൊട്ട നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി അങ്ങോട്ട് വറുത്ത് കോരി സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവസാന റീല് ചിക്കൻ വറുക്കലും കഴിഞ്ഞു. ആരെങ്കിലും കണ്ടോന്നറിയില്ല, ലാസ്റ്റ് കോരി ഇട്ടിപ്പോൾ ഒരു കഷ്ണം ചിക്കൻ തെറിച്ചങ്ങോട്ട് പോയി. ആ ചിക്കൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അത് കാണിക്കാനും പറയാനും മറന്നുപോയി. എൻ്റെ പെങ്ങളായിട്ട് ആ ചുറ്റും അങ്ങോട്ട് കടന്നു പോയാൽ
അപ്പോൾ സവാള കുക്കറിൽ വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യമായ പുതിനയും മല്ലിച്ചപ്പും കൂടെ കൂടി അരിഞ്ഞെടുത്തിട്ടായിട്ട് ഞാൻ കഴുകണം. കഴുകിയിട്ട് അരിയുന്ന പരിപാടി എനിക്കില്ല, ഞാൻ അരിഞ്ഞിട്ടാണ് കഴുകാറുള്ളൂ. അങ്ങനെ അതെ, അതും അരിഞ്ഞ് വെള്ളത്തിലേക്ക് ബേസനിലേക്ക് ഇട്ട് അഴുകി പിഴിഞ്ഞ് സെറ്റാക്കി അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും തന്നെ ഇതിനകത്തൊരു മിന്നായം പോലെ വന്നു പോകണ്ടിട്ടോ. ചിക്കൻ മസാല അടിക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരച്ചതും സാധനങ്ങളെല്ലാം അവിടെ കൂടുന്ന് വച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത എണ്ണ തന്നെ ചെരുവത്തിലേക്ക് എടുത്ത് ഒഴിച്ചു. ചെരുവത്തിലേക്ക് അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ. ഇതിൻ്റെ എല്ലാം റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത സാധനം തന്നെ വീട്ടിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന സവാളയും തക്കാളിയായിട്ട് തട്ടിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ വെള്ളം ശരിക്കും പോവാത്തത് കൊണ്ടാട്ടാ പൊട്ടലും ചീറ്റലും തെറിക്കലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അങ്ങനെ സവാള മൊത്തം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ടൊരു മിക്സിങ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ ചെറിയുള്ളി അരച്ച പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരച്ച പേസ്റ്റ്. വേഗം ആയിക്കോട്ടെ, പെട്ടെന്ന് പറഞ്ഞ് തീർത്ത് പോകാനാണ്. ഇനി എന്നായിരുന്നു വിട്ടെ, ഇഞ്ചി അരച്ച പേസ്റ്റ്, പച്ചമുളക് അരച്ച പേസ്റ്റ് ഇടുന്ന വീഡിയോ ഇല്ലാന്ന് തോന്നുന്നില്ല, അത് ഞാൻ മറന്നുപോയതാണോ എന്തോ ആവട്ടെ. സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴാ ഇട്ട് എങ്ങനെ ഇട്ടിയെന്ന് മാത്രം ചോദിക്കാതിരുന്നാൽ മതി. അതേ വന്നൂടെ അമ്പടി പൊളിച്ച് പച്ചമുളകും അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെയ്യണമെന്ന് വെച്ചാൽ 16 കിലോ ചിക്കനാട്ടോ നമ്മൾ കറി വെച്ചാണ്. ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് കറി വെച്ചത് വീട്ടിൽ പെരക്കാത്ത കുക്കറിലായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞ് മറന്നുപോയതല്ല, ഞാൻ അറിഞ്ഞില്ല കറി വെച്ചാൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് വേണ്ട ചിക്കൻ മസാലയല്ല, ചിക്കൻ കറിക്ക് വേണ്ട സംഭവങ്ങൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ചെറുള്ളിയും എല്ലാം കൂടെ കൂടി പേസ്റ്റാക്കി ഇട്ടതും എല്ലാം കൂടെ കൂടി സവാളയായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ഉപ്പ് കുറച്ച് ഇടാനുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഒന്നുകൂടെ ഉപ്പ് നോക്കിയതിന് ശേഷം അടുത്ത പരിപാടി പിന്നെ നോക്കാമെന്ന്. നോമ്പും പിടിച്ചുകൊണ്ട് എങ്ങനെയാ ഉള്ളതെന്ന് ഉപ്പ് നോക്കിയെന്ന് ചോദിക്കണ്ട. നോമ്പ് പിടിച്ചു എന്നിട്ട് ഉപ്പ് നോക്കാൻ പാടില്ല എന്നുള്ള ഫത്വയൊന്നുമില്ല. ഉപ്പ് നോക്കണേന് ഒരു കുഴപ്പമില്ലാട്ടാ. ആ നോക്കണ രുചി നമ്മുടെ നാക്ക് വിട്ട് അണ്ണാക്കിലേക്ക് പോകാതിരുന്നാൽ മതി. പിന്നെ നമ്മൾ ചിക്കന് മസാലയ്ക്ക് ഗ്രേവിക്കുള്ള മസാല സാധനങ്ങൾ ഇടട്ടെ. കാശ്മീരി ചില്ലി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, കുറച്ച് മീറ്റ് മസാല ഇട്ടു, കുറച്ച് ചിക്കൻ മസാല ഇട്ടു. എൻ്റെ എല്ലാം കൂടെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ പണ്ട് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മല്ലിപ്പൊടി വാരി ഇടണ്ട. മല്ലിപ്പൊടി വാരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നു. മല്ലിപ്പൊടി ഇടാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ. അതിനുശേഷം നമ്മൾ കഴുകി വാരി മാറ്റി വെച്ചേർന്ന പുതിനയും മല്ലിയും എല്ലാം കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്ത് വിളപ്പിച്ചുട്ടാ. അപ്പോഴാണ് ഓർത്ത അയ്യടെ മുത്തേ പണി പറ്റിയല്ലോ, നമുക്ക് ഗ്രേവി അടിക്കാൻ ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം ഉണ്ടാക്കിയില്ലോ എന്ന്. അപ്പം തന്നെ ചെരുവം വാങ്ങി വെച്ചിട്ട് ചൂടുവെള്ളം വെച്ചുട്ടാ. എൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പായിട്ടാ നിന്നത്. ഇതെൻ്റെ മൂത്ത അമ്മ. ഇതാണ് എൻ്റെ ഒറ്റ കൂടപ്പിറപ്പായ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് ആകെ ഉള്ള ഒരു പെങ്ങൾ. വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചെരുവം പിടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇളക്കി കൂട്ടിയിട്ട് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചുട്ടാ. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കാന്നിട്ട് നോക്കി ഇരുന്ന് ഒരു കലം വെള്ളം അങ്ങനെ തന്നെ ഒഴിക്കേണ്ടേ വന്നുട്ടാ. അവസാനം വറുത്തു ചേർന്ന ചിക്കനും ചിക്കൻ്റെ അടിയിൽ ഊരി വന്നിരുന്ന എണ്ണയും കൂടെ കൂടി ചെരുവത്തിലേക്ക് തട്ടി കൊടുക്കുവാട്ടാ. ഇനി അതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. കോൺക്രീറ്റ് മിക്സ് ചെയ്യണ മാതിരി കുത്തി ഇളക്കി മറിക്കാൻ നിൽക്കണ്ട. പൊടിഞ്ഞ് പണ്ടാരടങ്ങിപ്പോവും. ലാസ്റ്റ് എല്ലാവരും ചിക്കൻ വേറെ ആയി പോവും. അതുകൊണ്ട് പയ്യർ നേക്കിന് ഇളക്കി കുത്തി സെറ്റാക്കി എടുക്കുവാട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു സാധനം കൊണ്ട് നമ്മൾ ചേർക്കണ്ട കേട്ടോ. ഒന്ന് തിളച്ച് കുറുകി വരുമേ. അങ്ങനെ എല്ലാം ഒന്ന് തിളച്ച് കുറുകി സെറ്റായി വന്ന സമയത്ത് നമ്മൾ ഇനി ചേർക്കാൻ പോണ സാധനം എന്നാന്നറിയാവാ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ടില്ലെങ്കിൽ ശരിയാവില്ലോ എന്ന് കരുതിയിട്ടായിട്ട് ഉപ്പിട്ട് കൊടുത്തേ. കാരണം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചായിരുന്നല്ലോ. ആ വെള്ളത്തിനും കൂടെ പാകമായിട്ടുള്ള ഉപ്പുണ്ട്. നന്നായിട്ട് തിളച്ചങ്ങോട്ട് പതഞ്ഞ് പൊങ്ങിയിട്ട് ഈ സമയത്താണ് ഇനി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ കറി സെറ്റാവുള്ളൂ. അങ്ങനെ ഓരോന്ന് സെറ്റായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മൂത്ത അമ്മാസം വന്നിട്ടോ. നമ്മുടെ മൂത്ത മാമ, അതായത് വാപ്പയുടെ മൂത്ത പെങ്ങളെ കെട്ടിയേക്കുന്ന അളിയൻ വന്നു.
മാമ വന്നപ്പോഴാണ് ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കണം. മാമ ചോദിച്ചത് എന്നട ഉള്ള സാധനം ഇത് എന്നെ ഇങ്ങനെ ഈ കാണിക്കണേന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല മാമ, അറിയാണ്ട് സാധനം ഇടാൻ മറന്നു, ഇത് വീണ്ടും ഒന്നോടെ അരച്ച് ചേർത്താന്ന് പറഞ്ഞു. അണ്ടിപ്പരിപ്പ് അരച്ചാന്ന് മനഃപൂർവ്വം പറയാതിരുന്നാന്ന് മാമാക്കിട്ട് മനസ്സിലായുമില്ല. ഇതേ നമ്മുടെ ഭണ്ടാരി നമ്മുടെ വാപ്പായാട്ടാ ഉപ്പ് ഒന്നോടെ നോക്കണേ. വാപ്പാനെ പല വീഡിയോയിലും കണ്ടിട്ടില്ല എന്ന് ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പ ഈ ഷർട്ട് ഇടാണ്ട് ഇങ്ങനെ തോർത്തിട്ട് നടക്കുന്ന വീഡിയോ എങ്ങനെ കാണുമെന്ന് ഓർത്തിട്ടായിരുന്നു. മിക്കവാറും ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് വാപ്പ ഉണ്ടാവാറില്ല എന്ന്, അതുകൊണ്ടാട്ടോ വാപ്പാനെ കാണിക്കാതിരുന്നത്. ഇത് ഇന്നത്തെ വീഡിയോയിൽ വാപ്പ അവിടെ ഇവിടേക്കായിട്ട് തലങ്കം വിലങ്ങും ഓടിപ്പാഞ്ഞ് വന്നു പോണ്ട്. അങ്ങനെ ചിക്കൻ അവിടെ കറിയെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു. ആ സമയത്ത് നമ്മൾ വൈകിട്ടത്തേക്ക് ആവശ്യമായ ചോറിന് ആവശ്യമായുള്ള അരി അളന്നെടുത്തിട്ട് അരി നമ്മൾ കഴുകി വാരി ഊറ്റി വെള്ളം ഒഴിച്ച് വെക്കാൻ പോകട്ടാ. 4 പ്രാവശ്യം കഴുകി ഊറ്റി കളഞ്ഞ് 5ാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ച് കിട്ടും. അതിൻ്റെ ഇടയിൽ ഇത് നിൽക്കണ മൂത്ത പെങ്ങളായിരുന്നു കേട്ടോ. മൂത്ത പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളിലേക്ക് മൂത്തവള്, അത് അവക്കടെ മോളാട്ടി വന്നു പോയാൽ. അങ്ങനെ മക്കളിലേക്ക് മൂത്തോളും വന്നു, മക്കളിലേക്ക് മൂത്ത ആൺതരിയുടെ കെട്ടിയോളും വന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ. ചേടത്തി ഉണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, അനിയന്മാരുണ്ടായിരുന്നു, അനീത്തിമാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. നല്ല ഹാപ്പിയായി അടിപൊളിയായി കഥകളൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് നിന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടിയായിട്ട് പോയാൽ. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മൊബൈലും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ട് അമ്മായി മൂത്ത പെങ്ങളും കൂടി തരിക്കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടിരുന്നപ്പോൾ ഞാൻ അടുത്തേക്ക് ചെല്ലണ കണ്ടപ്പോൾ തന്നെ എന്നോടുള്ള ഈ ചെറുക്കണി കാണിക്കണം, ഈ കോലത്തിൽ ഞങ്ങളുടെ വീഡിയോ പിടിച്ച് കാണിക്കല്ലേ എന്ന് പറഞ്ഞ അമ്മായി അപ്പം തന്നെ വട്ടം കെട്ടിയിരുന്ന ഷോൾ എടുത്ത് തലയിൽ കൂടെ ഇട്ടുവിട്ട. ബാബുജിയുടെ 2ാമത്തെ പെങ്ങളാട്ട ചുവന്ന ഷോൾ ഇട്ടാണ്. പച്ച നെയ്റ്റ്, പച്ചയാണോ എന്താണോ ആ നെയ്റ്റിട്ട് നിന്നാർന്നിട്ടാ മക്കളിലേക്ക് മൂത്തവള്. അതായത് കാരണന്മാരിലെ കൊച്ചുമക്കളുടെ മക്കളിലേക്ക് മൂത്തവള്. ഇതേ ഒരനിയനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. അവൻ പറഞ്ഞു ഞാൻ ഇളക്കാം, എന്നെയും വീഡിയോയിൽ കാണിക്കണം, TV-യിൽ കിട്ടുമെന്നൊക്കെയാ ചോദിച്ചത്. എന്തോ ആവട്ടെ, ഇനി അവനെ കാണിച്ചില്ല എന്നും പറഞ്ഞു അവൻ്റെ ഇടി മേടിക്കാൻ പറ്റല്ലോ എന്ന് കരുതി അവനെയും കാണിച്ചു വിട്ടാ. തൊട്ടപ്പുറത്ത് അനീഷ് നിൽപ്പുണ്ടായിരുന്നു, അനീഷിനെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവൻ എന്തോട്ടെ ഈ പാത്രത്തിൽ കളർ കലക്കി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇവൻ എന്നെ ഉണ്ടാക്കാൻ പോണെന്ന് അറിയാൻ വേണ്ടി ഒന്നും മനസ്സിലാവാണ്ടാട്ടോ. അതേ ഈ നിൽക്കുന്ന മനുഷ്യനായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആള് നമ്മുടെ ചേട്ടൻമുള്ളിയാണ് നിൽക്കണ ഷമീർ. ചേട്ടനായിട്ട് ഇവനും അനിയനായിട്ട് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അവൻ വന്നില്ല, അവൻ കർണാടകയിലായിരുന്നു. വണ്ടിയും കൊണ്ട് ഓട്ടം പോയിട്ട് വരാൻ താമസിച്ചു പോയതാണ്. അപ്പോൾ ഇത് കളർ കലക്കി എന്നോടുള്ള നീ ഒഴിക്കണേന്ന് ചോദിച്ചിട്ടാ പോയേ. അതിൻ്റെ ഇടയ്ക്ക് പെങ്ങടെ പുള്ള വന്നിട്ടൊരു കമൻറ്റും പറഞ്ഞിരുന്നു, മാമ സാമ്പാറിൽ എന്തിനാ അരി അടുപ്പത്തിരണേന്ന്. അതായത് പുള്ള നോക്കി ഇപ്പം കടയിൽ സാമ്പാർ വയ്ക്കണ മാതിരി എന്തോ കളറുള്ള വെള്ളമായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാനാണെങ്കിൽ പയ്യെ കുറച്ച് അരിയും കഴിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ സിനാദ വെള്ളത്തിന് ഉപ്പുണ്ടോന്ന് നോക്കടാന്നും പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ അള്ളാണ കാക്ക എനിക്ക് ഉപ്പ് നോക്കാനോ ഇതിൻ്റെ രുചി നോക്കാനോ ഒന്നും എനിക്കറിയാൻ പാടില്ല, നമുക്ക് കിട്ടിയാൽ തിന്നുന്നല്ലാണ്ട് ഒരു കളി നമുക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ മാമ കൈ നീട്ടിയിട്ട് പറഞ്ഞു ഉപ്പ് പാകത്തിനുണ്ട്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വിട്ടോളെ. അങ്ങനെ ഒരു സൈഡിൽ കൂടെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി സിനാദിന്റെ കെട്ടിയുള്ള അൻസി മൂത്ത പെങ്ങൾ ഷെമീനായും കൂടി അവിടെ നിന്നിട്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കണേട്ടെ കണ്ട്. ഷുഹൈബായ ആണെങ്കിൽ എന്നെ ഇതിലൊന്നും കാണിക്കല്ലേ, ഞാൻ ഇതിലൊന്നും പെടൂലേ എന്നും പറഞ്ഞ് ടവലും കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. നമ്മൾ ഈ മൂന്നാറ് നിന്നിങ്ങനെ ശീലമായതുകൊണ്ട് ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച്, നാട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തല ചകിടിച്ച് ആകെ ഇടങ്ങേറായി പോയിരുന്നിട്ട്. അപ്പോഴാട്ടോ സത്യമായിട്ടും സുബ്ഹാനല്ല അവിടെയുള്ള ആളുകളെയൊക്കെ ഞാൻ സ്തുതിച്ചു പോയത്. ആ ചൂടത്ത്, അത്രയും ചൂടത്ത് അവരവിടെ നിന്ന് നോമ്പും പിടിച്ച് ഓരോ പണികളിൽ ഏർപ്പെടുമ്പോഴേ ഈ നിൽക്കണൊക്കെ അനിയന്മാരുടെ മക്കളാട്ടാ. ഏതൊക്കെ അനിയൻ്റെ പിള്ളേർ ഏതൊക്കെ പേരൊന്നും ചോദിക്കാത്ത ഒറ്റയടിക്ക് ചോദിച്ചാൽ പറയാൻ ഞാൻ ബബ്ബബ്ബ അടിക്കും. കാരണം കൊച്ചുങ്ങളെയൊക്കെ ഞാൻ ഇതേപോലെ ആണ്ടിലും കൊല്ലത്തിലേ കാണാറുള്ളൂ. പിള്ളേർ മൂത്താപ്പിച്ചിന്ന് വിളിച്ച് വരുമ്പോൾ എനിക്കറിയാം അനിയൻ്റെ പിള്ളേരാട്ടോ എന്ന്. ചുമ്മാ പറഞ്ഞാട്ടോ, തമാശയ്ക്ക് പറഞ്ഞാട്ടോ, സീരിയസ് ആയിട്ട് എടുക്കല്ലേട്ടാരും. എന്തായാലും സനീർക്കാടെ ചോറ് തിന്നണം എന്നും പറഞ്ഞ് അനിയത്തിമാർ കൂടിയോണ്ട് കേട്ടാ. നമ്മൾ എന്നാ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, ദമ്മിടാത്ത ദം ബിരിയാണി സ്വന്തം വീട്ടിലും കൂടെ അങ്ങനെ ഉണ്ടാക്കിയേക്കാം, പിള്ളേർ കഴിക്കട്ടെ, നേരിട്ട് അഭിപ്രായം കിക്കാറെന്ന് എഴുതി. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയടി മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളുമാർ ആരും തന്നെ ക്യാമറയ്ക്ക് മുന്നിലേക്കിട്ട് വന്നോ ഇല്ല, ഒരക്ഷരോട്ട് മിണ്ടിയോ ഇല്ല. കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചുങ്ങളുടെ അടുത്ത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നു പറഞ്ഞപ്പോൾ അനീഷിന്റെ പെങ്കൊച്ച് ആദിലാന്നാണോ ആ കൊച്ചിന്റെ പേരും മറന്നുമില്ല പടച്ചോനെ. കൈ പൊക്കി കാണിക്കുന്ന രംഗം ഉണ്ടിട്ട് അതിനകത്ത്, അത് പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് അനിയന്റെ ഭാര്യയും കൊച്ചും കൂടി വന്നിട്ടാട്ടെ സർവേക്കാരിൽ ഓന്തിരിക്കണ ഒരു സ്റ്റെപ്പേലിരിക്കണ കണ്ടത്. അനിയൻ വരാത്തതുകൊണ്ട് അനിയത്തി ഒറ്റയ്ക്ക് വന്നുകൊണ്ട് അവൾ സങ്കടപ്പെട്ടിരിക്കുമെന്ന്. കാരണം അനിയൻ ഇവിടെ ഇല്ല, അനിയൻ കർണാടകയിൽ വണ്ടിയും കൊണ്ട് ഓട്ടം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്നെ TV-യിൽ കാണിക്കുമെന്ന് ചോദിച്ചാൽ അജി ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണേട്ടെ കാണുന്നത്. ഇനി അജീഷിന്റെ വേറൊരു ആറ്റിറ്റ്യൂഡും കൂടെ ഉണ്ടിട്ട് ഇതിനകത്ത്, അതാട്ടെ കാണേണ്ടത്.
ഇതേ കണ്ട ആറ്റിറ്റ്യൂഡിൻ്റെ ഉസ്താദ് കഴുകി വെച്ചേർന്ന കാലം ഒന്നോടെ കഴുകി ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാനാ കഴുകിയെന്ന് പറയാൻ വേണ്ടി മൂപ്പര് വെള്ളമൊഴിച്ച് ചുറ്റിച്ച് വെച്ചാൽ എങ്ങോട്ടേ കാണണേ. അജിയുടെ ചേട്ടൻപുള്ളി അനീഷാട്ട് ആ മുണ്ടും മടിക്ക് കുത്തി കൂടെ നിന്നത് മൂത്ത അമ്മായിയുടെ 2 ആമക്കളാർന്നു വിട്ടത്. അങ്ങനെ ദൈവം എൻ്റെ ഉമ്മായും മൂത്തുമ്മായും എല്ലാവരും കൂടി അവിടെ നിൽപ്പുണ്ട്. ഇവക്കടെ സവാളരിയിൽ ഇതുവരെയും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു വിട്ടാട്ട് അകത്തേക്ക് എന്ന ചക്കൻ. അങ്ങനെ നാരങ്ങുള്ളം കലക്കി വെച്ചു, അതും ഞാൻ കണ്ടില്ല. സലാഡ് ഉണ്ടാക്കി വെച്ചു. അവസാനം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചാൽ നിങ്ങൾ എടുത്ത് കാട്ട ഉള്ളേന്ന് പറഞ്ഞപ്പോൾ അതും എടുത്ത് തന്നു. അങ്ങനെ അവസാന റീലായിട്ട് നമ്മുടെ ദമ്മിടാത്ത ദം ബിരിയാണി പൊട്ടിക്കാൻ പോവാട്ടാ. ഇത് പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ എടുത്തപ്പോൾ പുള്ള മറന്നുപോയതാണോന്ന് അറിയില്ല. നമ്മുടെ ചെക്കൻ്റെ അടുത്ത് നമ്മുടെ അനിയന്മാരുടെ പിള്ളേർ പറഞ്ഞത് നല്ല മണം മണ്ട് മുത്താപ്പിച്ച് ചെയ്യുന്നു. അതൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ഓഡിയോ ഒന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടാ. മണം മാത്രമാണോ ഉള്ളൂ കൊണോ? ഇതെന്നട ഉള്ള ഈ സാധാരണ കുടുംബത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉള്ള സെറ്റിക്കകത്ത് ഇരിക്കാൻ പറയുന്ന നേരം കൊണ്ട് ഇവന്മാർ ഈ ഉള്ള കസേരയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കണമെന്ന് നോക്കണ്ടാട്ടാ. അയലക്കത്തെ വീട്ടിൽ നിന്ന് ടേബിളും കസേരയും കൊടുത്തിടാൻ നേരത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് വീട്ടിൽ കിടന്ന് സെറ്റ് എടുത്ത് പുറത്തേക്ക് ഇട്ടതാട്ടാ. ഈ മസാലക്കൂട്ട് നീ മൂന്നാറിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണെന്ന് ചോദിച്ചാൽ അമ്മായി എടുത്ത് നോക്കിയതാട്ടെ കാണണേ. ഞാൻ മൂന്നാറിൽ നിന്ന് പോയപ്പോൾ മസാലക്കൂട്ട് പോയിട്ട് പോലും കൊണ്ടുപോയിട്ടില്ല എന്ന്. കാരണം ഇവിടുന്ന് ഒരു സാധനം ഞാൻ അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. അങ്ങനെ അവസാനമായിട്ട് അറ്റ കൈക്ക് നമ്മുടെ സ്പെഷ്യൽ ചായയും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ വന്ന ചായയും കൂടെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാൻ വേണ്ടി പാല് കവർ പൊട്ടിച്ച് പാല് കലത്തിലേക്ക് ഒഴിക്കണട്ടെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒളിഞ്ഞു നോക്കിയ ഒരു പയ്യനോട് നിൽപ്പുണ്ടായിരുന്നു. അതാണ് പെങ്ങടെ 2ാമത്തെ മകൻ. പെങ്ങടെ മൂത്ത മോന് എൻ്റെ പെങ്ങള് ക്യാമറ കാണുമ്പോൾ ഓടും അവള്. പെങ്ങടെ മൂത്ത മോനും അളിയനും കുറച്ച് താമസിച്ചാൽ വരുള്ളൂ. അവർക്ക് അവിടെ കടയിലെന്തോ ചെറിയ പരിപാടി ഉണ്ട്, കട ക്ലീനാക്കലോ മറ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് താമസിച്ചാൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ കൂട്ടും കാര്യങ്ങളും ചേരുവകളെല്ലാം സെറ്റാക്കി നമ്മുടെ ചായക്ക് ചായപ്പൊടി ഇട്ട്, പൊടി കുറച്ച് അടുപ്പം കുറവാകുന്നുണ്ട് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവറേറ്റ് വാനില ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് സെറ്റാക്കി ചായയും റെഡിയാക്കി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വോയിസ് ഓവറിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും വോയിസ് ഓവർ പയ്യൊന്ന് മ്യൂട്ട് ചെയ്ത് ഞാൻ പോകട്ടെ. കാരണം നാരങ്ങളോടെ കലക്കി വെച്ച് പെങ്ങന്മാരും അനിയത്തിമാരും എല്ലാവരും കൂടി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ടേബിളിൽ ഒന്ന് സ്ഥാനം പിടിച്ചു. ബാക്കിയുള്ള അനിയന്മാർ 3 അവിടെ ഇരുന്ന് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാമായുണ്ട് കൂടെ. ഹൈക്കമാൻഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് മൂത്താപ്പാനെ വിളിക്കാൻ വേണ്ടി ഷമീർക്ക് ചേട്ടൻപുള്ളി പോയിട്ടുണ്ട്. പുള്ളി പോയി വിളിച്ചുകൊണ്ട് മൂത്താപ്പാക്ക് ആദ്യം വന്നുവിട്ട് വന്ന് കയറിയ ആളാണ് മൂത്താപ്പ. മൂത്താപ്പാനെ വിശദമായിട്ട് കാണിച്ചു തരാട്ടോ. മൂത്താപ്പാക്ക് ചെറിയ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂത്താപ്പ താമസ വന്നോളൂ. ഇതായിരിക്കുന്നു കാർന്നവന്മാരിൽ മൂത്ത കാർന്നവരും 2ാമത്തെ ആളും. നടുക്കത്തെ ആളില്ലാട്ടോ, ലാസ്റ്റത്തെ ആളില്ലാട്ടോ. നടുക്കത്തെ ആളും മൂത്ത ആളും ഇരുന്ന്. ലാസ്റ്റത്തെ ആൾ കഴിഞ്ഞ റമദാനിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. മാഷാ അല്ലാഹ്. എന്തായാലും കൊച്ചാപ്പാടെ കബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ. അങ്ങനെ ബാങ്ക് വിളിക്കാറായപ്പോഴത്തേക്ക് മൂത്ത ജ്യേഷ്ഠൻപുള്ളിയുടെ മൂത്ത മകനും വന്നു. ആ വാതൊക്കെ നിന്ന ആളാർന്നു കേട്ടോ. അതേ അങ്ങേറ്റത്ത് കൈയും കെട്ടി ചെറുതായിട്ട് കാണുന്ന രീതിയിൽ ഇരിക്കണേ കേട്ടോ എൻ്റെ പെങ്ങളെ കെട്ടിയേക്കുന്ന ആളേന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയും പെയ്തിരുന്നു കേട്ടോ. മഴ പെയ്യണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ മൊബൈൽ ചെറുക്കൻ്റെ കയ്യിലായിരുന്നു. ഇന്നലെ ക്യാമറമും പോരായിരുന്നു. പിള്ളേരെന്തായാലും നോമ്പ് തുറന്ന് ബാങ്ക് വിളിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ചോറ് നിന്നിട്ട് കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. പിള്ളേർ മാത്രമല്ല കേട്ടോ, കഴിച്ചവരെല്ലാവരും പറഞ്ഞു കേട്ടോ ചോറ് സൂപ്പറായിരുന്നു. എന്നെ പൊക്കി പറഞ്ഞതാണോ അതോ ഇനി മോശമാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്താപ്പച്ചിക്ക് സങ്കടമാവുമെന്ന് കരുതിയിട്ട് മൂത്താപ്പച്ചിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് വെച്ചാൽ അതും അറിയില്ല കേട്ടോ. മൂത്താപ്പ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട, മൂത്തമ്മ തൊട്ട് ചേർന്നിരിപ്പുണ്ട്, മൂത്ത പെങ്ങളും കൂടെ ഇരിപ്പുണ്ട്. അളിയനാണെങ്കിൽ ആവശ്യമായിട്ട് എല്ലാവർക്കും ഓടി നടന്ന് ഓരോ സാധനങ്ങൾ വിളമ്പി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അയൽവാസിയും മൂത്താപ്പാടെ മകനും 2 പേരും ഒന്നിച്ചായിട്ടിരിക്കണം. 2 പേരും ഷമീറ അഗ്നിയാണ് കേട്ടോ. ഇരിക്കുന്ന 2 പേരായിട്ട് മൂത്ത അമ്മയുടെ 2 മൂത്ത ആമക്കള് അജീഷും അനീഷും. തൊട്ടപ്പുറത്തിരിക്കുന്നത് 2ാമത്തെ അമ്മയുടെ ഇളയ മോനും മൂത്ത മോനും. അവരും 2 ആമക്കള് ചേട്ടനണിമാരാട്ടോ. അജിയും സുജിത്തും സിനാദും അണ്ടു എന്നിട്ട് ഞങ്ങൾ വിളിക്കണേ. അവസാനം ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഥ പറച്ചിലും എല്ലാമായി സ്വസ്ഥം സമാധാനം അൽഹംദുലില്ലാ. പരസ്പരം സന്തോഷങ്ങൾ പങ്കിട്ട് ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് മൂവാറ്റുപുഴയ്ക്കും ആലുവയ്ക്കും അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള